എന്നാലും സാരമില്ല, എനിക്ക് സാമ്പത്തികമായിട്ട് നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എന്നാൽ പോലും എവിടെന്നെങ്കിലും വഴി എനിക്ക് പൈസ കടമായിട്ടാണെങ്കിലും എനിക്ക് കിട്ടുന്നുണ്ടായിരുന്നു. ഞാൻ വരുന്നത് ചേർത്തലയിൽ നിന്നാണ്. ഞാനൊരു ഫാം.ഡി ഗ്രാജുവേറ്റാണ്. പരിയാരം മെഡിക്കൽ കോളേജിലാണ് പഠിച്ചത്. ഞാൻ ഉടമ്പടി ആദ്യമായിട്ട് എടുത്തത് ഡിസംബർ 2-ാം തീയതി ആയിരുന്നു. എൻ്റെ വീട് ചേർത്തലയാണെങ്കിൽ പോലും ഞാൻ ഈ കൃപാസനത്തെ പറ്റി കൂടുതൽ അറിയാനായിട്ട് ശ്രമിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ ഞാൻ IELTS പഠിച്ചുകൊണ്ടിരുന്ന ചേച്ചി, പേര് സ്റ്റെല്ല എന്നാണ്, ആളാണ് കൂടുതലായിട്ട് പറഞ്ഞു തന്നത് ഉടമ്പടിയെ പറ്റി. അപ്പോൾ ആദ്യം എനിക്കൊരു പത്രം തരികയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ആ പത്രത്തിലൂടെ എനിക്ക് പ്രത്യേകിച്ച് വലിയ വിശ്വാസമൊന്നും ആദ്യം ഉണ്ടായിരുന്നില്ല. എല്ലാവരും എൻ്റെ കൂടെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അവരും പറഞ്ഞത് ചുമ്മാ ഒരു വേറെ ബിസിനസ് ആ രീതിയിലൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ ഞാൻ അങ്ങനെ വിശ്വസിച്ചിരുന്നു. എന്നാൽ ഈ പത്രം കൊണ്ട് ഞാൻ വീട്ടിൽ വന്നതിന് ശേഷം ഒരുപാട് മാറ്റങ്ങൾ എനിക്കുണ്ടായി. അതായത് ഞാൻ ഹിന്ദു റിലീജിയനിൽ നിന്നാണ് വരുന്നത്. അമ്പലങ്ങളിൽ പോകുമായിരുന്നു. അതുപോലെ ക്രിസ്ത്യൻസ് പള്ളിയിലൊന്നും ഞാൻ പോയിട്ടില്ല ഇതുവരെ. ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വരുന്നത് തന്നെ. അപ്പോൾ ഈ പത്രം കിട്ടിക്കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരുപാട് അറിയണമെന്ന് ആഗ്രഹമുണ്ടായി. ഞാൻ അങ്ങനെ കൃപാസനത്തിലേക്ക് വന്നു. അങ്ങനെ ഡിസംബർ 2-ാം തീയതി ഉടമ്പടി എടുത്തു. വന്ന പാടാൻ എനിക്ക് ഉടമ്പടി എടുക്കാൻ തോന്നി. അങ്ങനെ ഉടമ്പടിയിലേക്ക് എത്തി. ഉടമ്പടി എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഈ പറഞ്ഞ പോലെ എല്ലാ ക്ലാസ്സുകളും വൃത്തിക്ക് മനസ്സിലാക്കി. ഞാൻ 6 നിയോഗങ്ങൾ വെച്ചിട്ടുണ്ടായിരുന്നു. അതിലെനിക്ക് പകുതിയിലേറെ നിയോഗങ്ങൾ എനിക്ക് അനുഗ്രഹിച്ച് തന്നു. ആദ്യം തന്നെ ഞാൻ മാതാവിനോടും തിരുക്കുമാരനോടും ഒരുപാട് നന്ദി പറയുന്നു. അതിൽ ഫസ്റ്റ് തന്നെ IELTS എക്സാമിനെ പറ്റിയാണ് പറയാനുള്ളത്. ഞാൻ ഈ പറഞ്ഞ പോലെ പുറത്തേക്ക് പോകാൻ ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. അതിൽ എനിക്ക് ഫസ്റ്റ് ഒരു മാർച്ചിൽ ഒരു IELTS എക്സാം എഴുതിയിരുന്നു. എന്നാൽ എനിക്ക് റിക്വയർഡ് സ്കോർ കിട്ടിയില്ല. അപ്പോഴത്തേക്ക് ഡിസംബറിൽ ഈ ഉടമ്പടി എടുത്തു. 7-ാം തീയതിയാണ് രണ്ടാമത്തെ ഒരു IELTS എക്സാം എഴുതിയത്. അപ്പോൾ ഇതുപോലെ തന്നെ ഞാൻ അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ചു, ബ്ലെസ്സിങ് വാങ്ങിച്ചു. അതുപോലെ തന്നെ പറഞ്ഞ നിയമങ്ങളൊക്കെ ഞാൻ അനുസരിച്ച് പത്രങ്ങൾ കൊടുക്കാനൊക്കെ യാതൊരു മടിയും ഇല്ലാണ്ട് തന്നെ ഓരോ സ്ഥലങ്ങളിൽ കൊണ്ടുപോയി. അതുപോലെ ഭക്ഷണങ്ങൾ പലയിടത്തും കൊടുക്കാനൊക്കെ ഞാൻ ശ്രമിച്ചിരുന്നു. അങ്ങനെ ഞാൻ എക്സാം എഴുതിയപ്പോൾ എനിക്ക് നല്ലൊരു കോൺഫിഡൻറ്റ് ഉണ്ടായിരുന്നു, കിട്ടും എന്നുള്ളൊരു നല്ലൊരു പ്രതീക്ഷയുണ്ടായിരുന്നു. അങ്ങനെ 13-ാമത്തെ ദിവസമാണ് റിസൾട്ട് വരുന്നത്. 13-ാമത്തെ റിസൾട്ട് വന്നപ്പോഴത്തേക്കും എനിക്ക് റിക്വയർഡ് സ്കോർ കിട്ടിയില്ല. അപ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ അങ്ങനെ തളർന്നൊന്നുമില്ല. കാര്യമെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ പറഞ്ഞ നിയമങ്ങൾ നല്ല രീതിയിൽ വ്യക്തമായി പാലിക്കും എന്ന നല്ല വിശ്വാസമുണ്ടായിരുന്നു. അതുപോലെ ഞാൻ പാലിക്കുകയും ചെയ്തിരുന്നു. ഞങ്ങൾ ഒരു ദിവസം ചേർത്തലയിൽ നിന്ന് അതുപോലെ റെയിൽവേ സ്റ്റേഷനിലേക്ക് സ്ട്രെയിറ്റ് നടന്ന് തന്നെ പോയി. ഞാൻ കൊന്തയും ചൊല്ലി. എനിക്ക് വേറെ ജപമാലയായിട്ട് കൂടുതലായിട്ട് അറിയില്ലായിരുന്നു. എനിക്ക് അറിയുന്ന പ്രാർത്ഥന, അതായത് പ്രത്യക്ഷീകരണ പ്രാർത്ഥന, വിശ്വാസ പ്രമാണവും ചൊല്ലി ഞാൻ ചേർത്തലയിൽ നിന്നും നടന്ന് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയി. അവിടങ്ങളിലൊക്കെ ഞാൻ പത്രങ്ങൾ കൊടുക്കാൻ തുടങ്ങി. അങ്ങനെ എനിക്ക് കൂടുതലായിട്ട് വിശ്വാസങ്ങൾ വന്നു. എൻ്റെ നടക്കുമ്പോൾ പോലും ഒരു തളർച്ചയോ ഒന്നും ഉണ്ടായില്ല. ഒരുപാട് സന്തോഷത്തോടെ നല്ല ഭക്തിയിലൂടെ ഞാൻ പോയി. അങ്ങനെ ഞാൻ പോയി തിരിച്ചു വന്ന വഴി തന്നെ എനിക്ക് വീണ്ടും എൻ്റെ മനസ്സിൽ പറഞ്ഞു, എന്തായാലും ഞാൻ എഴുതും. ഫെബ്രുവരി ഇൻടേക്കാണ്, എനിക്ക് ഓസ്ട്രേലിയക്ക് പോകാനാണ് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നത്. അങ്ങനെ ഞാൻ ഫെബ്രുവരി ഇൻടേക്കും ജൂലൈ ഇൻടേക്കുമാണ് എനിക്ക് എൻ്റെ മുമ്പിലുള്ളത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഫെബ്രുവരി ഇൻടേക്ക് ഞാൻ ഉപേക്ഷിക്കത്തില്ല. എൻ്റെ മാക്സിമം എഫോർട്ട് എടുത്ത് തന്നെ ഞാൻ ഫെബ്രുവരി ഇൻടേക്കിന് പോകാനുള്ള കുറേ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തു. വീണ്ടും ഞാൻ IELTS വേണ്ടി പ്രിപ്പയർ ചെയ്തു. അപ്പോൾ എൻ്റെ മനസ്സിൽ ഈ സ്റ്റെല്ല എന്ന് പറഞ്ഞ ചേച്ചി എന്നോട് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യുക, റീവാല്യൂഷൻ കൊടുക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് IELTSന് റീവാല്യൂഷൻ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടത്തില്ല എന്നുള്ളത് പല ആളുകളും പറഞ്ഞിട്ടുണ്ട്. എന്നാലും സാരമില്ല, എനിക്ക് സാമ്പത്തികമായിട്ട് നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എന്നാൽ പോലും എവിടെന്നെങ്കിലും വഴി എനിക്ക് പൈസ കടമായിട്ടാണെങ്കിലും എനിക്ക് കിട്ടുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ആ പൈസയും കിട്ടി. ഞാൻ നേരെ റീവാല്യൂഷന് വെച്ചു. 2 മൊഡ്യൂളാണ് വെച്ചിരുന്നത്. അത് 13 ദിവസം കഴിഞ്ഞാൽ റിസൾട്ടും വരുന്നത്. അപ്പോൾ എൻ്റെ ഏജൻസിക്കാർ പറഞ്ഞു, അനന്തു വേഗം തന്നെ ക്ലിയർ ആക്കണം, കാരണം ജനുവരി 20-നാണ് ലാസ്റ്റ് ഡേറ്റ്. അതായത് IELTSും വെച്ച് എല്ലാം, അതായത് നമ്മുടെ പേയ്മെൻറ്റ് അടക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ജനുവരി 20-ാം തീയതിയാണ്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു റീവാല്യൂഷൻ വെച്ചത് ഏകദേശം ജനുവരി 2-ാം തീയതി ആ ഒരു സമയത്തായിരുന്നു. അങ്ങനെ 13 ദിവസം കഴിഞ്ഞു. ജനുവരി ഒരു 14 ആ റേഞ്ചായി. ആ ദിവസം റിസൾട്ട് വന്നു. പക്ഷേ എനിക്ക് കിട്ടിയില്ല. അപ്പോഴും ഞാൻ എൻ്റെ മനസ്സിൽ തോന്നി, എന്തായാലും ഇത് കിട്ടിയില്ല, ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്നിങ്ങനെ വലിയൊരു ആശങ്കയുണ്ടായിരുന്നു. പക്ഷെ ഞാൻ വീണ്ടും വിചാരിച്ചു, ഇപ്പോൾ പെൻ ആൻഡ് പേപ്പറാണ് ഞാൻ എഴുതിക്കൊണ്ടിരുന്നത് IELTSന്. അപ്പോൾ ഇത് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ഉണ്ട്. അതാണെങ്കിൽ 3 ദിവസം കൊണ്ട് റിസൾട്ട് വരും എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കിതുവരെ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനെ പറ്റി എനിക്ക് ഒരു ഐഡിയ ഇല്ല. ഞാൻ അതിനോട് പ്രാക്ടീസ് പോലും ചെയ്തിട്ടില്ല. ഫുള്ള് പെൻ ആൻഡ് പേപ്പറിലാണ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ എൻ്റെ മനസ്സിൽ പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, ആരോടും പറയണ്ട. പൈസ ഞാൻ വീട്ടിൽ പറഞ്ഞു, പൈസ എങ്ങനെയൊക്കെയോ കണ്ടെത്തി കിട്ടി. അങ്ങനെ ഞാൻ വീണ്ടും സെയിം എമൗണ്ട് തന്നെ IELTSൻ്റെ പെൻ ആൻഡ് പേപ്പറിൻ്റെ അതേ പൈസ തന്നെ ഞാൻ CBT എന്നാണ് പറയുന്നത്, CBTക്ക് കൊടുത്തു. അങ്ങനെ വെച്ചു. കമ്പ്യൂട്ടർ ബേസ്ഡ് എഴുതിയപ്പോഴത്തേക്കും ട്രിവാൻഡ്രത്തായിരുന്നു സെൻറ്റർ ഉണ്ടായിരുന്നത്. 16-ാം തീയതി എക്സാം എഴുതി. ജനുവരി 16-ന് എഴുതി.
അപ്പോൾ എനിക്ക് എൻ്റെ മനസ്സിലെന്ന് വെച്ചാൽ 15 നോക്കി, 15 എനിക്ക് കിട്ടത്തില്ല, കാര്യം ലൊക്കേഷൻസ് ഒന്നും അവൈലബിൾ അല്ലായിരുന്നു. അങ്ങനെ 16-ാം തീയതി എഴുതി, റിസൾട്ട് ഒരു 19-ാം തീയതി, അതായത് കറക്റ്റ് കാൽക്കുലേറ്റ് ചെയ്താൽ ഞാൻ എക്സാം എഴുതിയത്. 19-ാം തീയതി റിസൾട്ട് വന്നു. റിസൾട്ട് എന്ന് വെച്ചാൽ രാവിലെയാണ് സാധാരണ വരുന്നത്, ഓസ്ട്രേലിയൻ ടൈമിലാണ് വരുന്നത്, ഒരു 5 o'clock. പക്ഷേ റിസൾട്ട് വന്നില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇനി കിട്ടത്തില്ല, കാര്യം എന്ന് വെച്ചാൽ 20-ാം തീയതി ലാസ്റ്റ് ഡേറ്റ് ആണ്. അങ്ങനെ ഞാൻ ഒരു സ്ഥലത്ത് ഒരു വൈകുന്നേരം ഞാനിങ്ങനെ ബാങ്കിലേക്ക് പോകാൻ, എൻ്റെ അങ്കിളാണ് പേപ്പർ വർക്കൊക്കെ ചെയ്യുന്നത്. പേപ്പർ വർക്ക് ഒരു സൈഡിൽ നോക്കുന്നുണ്ട്, അതേപോലെ തന്നെ ഈ എക്സാമും ഞാൻ എഴുതുന്നുണ്ട്. അപ്പോൾ ഞാൻ അങ്കിളിനോട് പറഞ്ഞിട്ടില്ല, ഇങ്ങനെ എക്സാം കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞിട്ടില്ല. കാര്യം എനിക്കൊരു വിഷമം ഉണ്ടായിരുന്നു. കാരണം ജനുവരി 9-ാം തീയതി പേപ്പർ വർക്കിന് വേണ്ടി ഒരുപാട് അങ്കിളിനെ ഞാൻ കണ്ടു, കാര്യങ്ങൾ സംസാരിച്ചു. അങ്കിൾ പറഞ്ഞു ജനുവരി ഒരു 31 മിനിമം ആവാൻ, കാരണം ഒരുപാട് പേപ്പർ വർക്ക് ചെയ്യാനുണ്ടെന്ന് പറഞ്ഞു. പക്ഷേ എൻ്റെ ഗ്രാൻഡ് മദർ പറഞ്ഞു എന്തായാലും ജനുവരി 19-നുള്ളിൽ ആൾക്ക് എങ്ങനെയെങ്കിലും ലോൺ റെഡിയാക്കി തരണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ 16-ാം തീയതി എക്സാം എഴുതി, 19-ന് വൈകുന്നേരം ആയപ്പം എനിക്ക് വലിയൊരു അതിശയം തന്നെയാണ്, വൈകുന്നേരം റിസൾട്ട് വന്നു. എനിക്ക് റിക്വയർഡ് സ്കോർ തന്നെ തന്ന് എന്നെ അനുഗ്രഹിച്ചു. അതാണ് ഫസ്റ്റ് നിയോഗം എനിക്ക് പറയാനുള്ളത്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് KSFEയിൽ ഒരു വലിയൊരു ഔട്ട്സ്റ്റാൻഡിങ് എമൗണ്ട് കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ ആ എമൗണ്ട് എടുത്താൽ മാത്രം, ആ പ്രോപ്പർട്ടി അവിടെ വെച്ചിരിക്കുമായിരുന്നു, ആ പ്രോപ്പർട്ടി റിലീസ് ചെയ്താൽ മാത്രമേ എനിക്ക് ലോണിന് വേണ്ടിയുള്ള ബാക്കി പേപ്പർ വർക്ക് ചെയ്യാൻ പറ്റത്തുള്ളായിരുന്നു. അതിനുവേണ്ടി ഒരുപാട് പലരോടും കടമായിട്ടും ഒക്കെ ചോദിച്ചു, പക്ഷേ ഒരു വഴി ഉണ്ടായില്ല. പക്ഷേ ദൈവത്തിൻ്റെ രൂപത്തിൽ പല ആൾക്കാർ, ബന്ധുക്കൾ തന്നെ, ഡിസ്റ്റൻറ്റ് റിലേഷനുള്ളവർ തന്നെ ഇങ്ങോട്ട് വന്ന് സംസാരിച്ച് അതെല്ലാം റെഡിയാക്കി തന്ന് എനിക്ക് പ്രോപ്പർട്ടി എടുക്കാൻ പറ്റി. മൂന്നാമത്തെ കാര്യം, ഇവിടെ ഉടമ്പടി എടുത്ത ആ ദിവസം തന്നെ വൈകുന്നേരം, അതാണ് ആദ്യത്തെ വിശ്വാസം എനിക്ക് ഉറപ്പിച്ചത്. വൈകുന്നേരം തന്നെ ഞാൻ വീട്ടിലെത്തിക്കഴിഞ്ഞപ്പം 2 പ്രോപ്പർട്ടി വിൽക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ ഈ ലോണിൻ്റെ കാര്യത്തിന് വേണ്ടി തന്നെയാണ് നോക്കിയിരുന്നത്. അതിൽ ഒരു പ്രോപ്പർട്ടി, അതായത് എൻ്റെ വീടിൻ്റെ ഏറ്റവും ബാക്ക് സൈഡിലാണ്. അത് ഇതുവരെ ഞാൻ അങ്ങനെ അതിനുവേണ്ടി ആക്റ്റീവായിട്ട് നോക്കിയിട്ടില്ലായിരുന്നു. കുറച്ച് ആൾക്കാരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ വിൽക്കാൻ ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞിരുന്നു, പക്ഷെ ആരും വന്നിട്ടില്ലായിരുന്നു. ലാസ്റ്റ് മിനിറ്റിൽ, അതായത് ഞാൻ ഉടമ്പടി എടുത്തു, ആ വൈകുന്നേരം തന്നെ എൻ്റെ അമ്മയ്ക്കൊരു കോൾ വന്നു. അതായത് ഞങ്ങൾക്ക് ആ പ്രോപ്പർട്ടി നോക്കാൻ ആഗ്രഹമുണ്ട്, നാളെ വരാമെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ നാളെ വന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ വിശ്വാസ പ്രമാണം ചൊല്ലി ആ ഉപ്പ് ഞാൻ ആ സ്ഥലത്ത് വിതറിയിട്ടു. അങ്ങനെ ആൾ വന്നു, ഇഷ്ടപ്പെട്ടു, അതിനെ ടോക്കൺ അഡ്വാൻസ് തന്നു, എഗ്രിമെൻറ്റിലേക്ക് എത്തി. 6 മാസത്തെ എഗ്രിമെൻ്റ് എത്തി. അത് തന്നെ ഒരു വലിയൊരു മിറാക്കിളാണ്. പിന്നെ വേറൊരു കാര്യമുള്ളത് വിസ പ്രോസസ്സിംഗ് ആണ്. അതായത് ജനുവരി 20-ാം തീയതിയാണ് ലാസ്റ്റ് ഡേറ്റ്, എൻ്റെ പേയ്മെൻറ്റ് അടക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ ജനുവരി 20-ാം തീയതിയാണ്. പക്ഷേ എങ്ങനെ ആവുമെന്നൊരു പിടുത്തവും ഇല്ലായിരുന്നു. അതിൽ IELTS ക്ലിയറായി. പിന്നെ ഉള്ളൊരു അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് പേയ്മെൻ്റ് ആയിരുന്നു. പേയ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ഒരുപാട് യാചിച്ചും അതുപോലെ ലോൺ എടുത്തൊക്കെയാണ് അത് ക്ലിയർ ആക്കിയത്. പക്ഷേ ലാസ്റ്റ് മൊമെൻറ്റിൽ എനിക്ക് എൻ്റെ വേറൊരു ഏജൻസി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ പറഞ്ഞ പോലെ എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ സ്പെല്ലിങ്സിൽ ഒരുപാട് മിസ്റ്റേക്സ് ഉണ്ടായിരുന്നു. അതായത് എൻ്റെ ബർത്ത് സർട്ടിഫിക്കറ്റും മറ്റ് 10ാം ക്ലാസ് അങ്ങനെയുള്ളതിൽ പല ഇനിഷ്യലിൻ്റെ വ്യത്യാസം ഉണ്ടായിരുന്നു അച്ഛൻ്റെ അമ്മയുടെ പേരിൽ. അപ്പോൾ വേറൊരു ഏജൻസി മുമ്പേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അനന്ത് ഓസ്ട്രേലിയ കിട്ടാൻ ഭയങ്കര പാടായിരിക്കും, പ്രത്യേകിച്ച് UK കുഴപ്പമില്ല, ബാക്കി ഏത് രാജ്യം എടുത്താലും ഈ ഫാദർ മദറിൻ്റെ റിലേഷൻഷിപ്പ് കാണിക്കുമ്പോൾ അവരുടെ എന്തെങ്കിലും ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നമുക്കത് കിട്ടത്തില്ല. അപ്പോൾ ഞാൻ ചോദിച്ചു 1 and same ഫോം സർട്ടിഫിക്കറ്റ് വെച്ചാൽ മതിയല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു അത് കിട്ടത്തില്ല. അപ്പോൾ ഞാൻ അങ്ങനെ അവിടെ നിന്ന് മാറി ഞാൻ വേറൊരു ഏജൻസിയിൽ ഈ സെയിം വിവരം ഞാൻ ഒന്ന് പോയി പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു യാതൊരു കാരണവശാലും പേടിക്കേണ്ട, എന്തായാലും 1 and same വെച്ച് നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു. പക്ഷേ പലരും പറഞ്ഞിട്ടുണ്ട് ഓസ്ട്രേലിയൻ വിസ കിട്ടത്തില്ല, കാര്യം ഒരുപാട് പേപ്പർ വർക്കിലൂടെയാണ് അത് പോകുന്നത്. പിന്നെ ഒരു വട്ടം ഓസ്ട്രേലിയൻ റിജക്ഷൻ വന്നു കഴിഞ്ഞാൽ പിന്നെ നോക്കണ്ട, ഒരു 5 yearsലേക്ക് ഓസ്ട്രേലിയയിലേക്ക് നോക്കണ്ട. അപ്പോൾ അങ്ങനെ ഒരു ഇതുമുണ്ട്. പക്ഷേ ഞാൻ വിശ്വാസങ്ങൾ നല്ല ഉറപ്പിച്ച് പ്രാർത്ഥന നല്ല രീതിയിൽ പോയി, വിശ്വാസ പ്രമാണമൊക്കെ ഞാൻ 101 വട്ടം ഈ പറഞ്ഞ ആ സമയങ്ങളിലൊക്കെ ഞാൻ ചൊല്ലി, ഞാൻ മാതാവിനെ തിരുക്കുമാരനെ ഒരുപാട് അടുത്തു. അങ്ങനെ എനിക്ക് കറക്റ്റ് പറയുവാണെങ്കിൽ വിസ പ്രോസസ്സിങ് ഒരു പ്രശ്നമില്ലാണ്ട് വെറും 10 ദിവസം കൊണ്ട് വിസ പ്രോസസ്സിങ് ആയി. ഇപ്പോൾ എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്, ഞാൻ മറ്റന്നാൾ ഫെബ്രുവരി 19-ന് എനിക്ക് ഓസ്ട്രേലിയക്ക് പോകാനുള്ള ഫ്ലൈറ്റായി. എനിക്ക് ഫെബ്രുവരി 20-ന് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുവാണ്. അപ്പം ഇതാണ് എനിക്ക് ഏറ്റവും വലിയൊരു അനുഗ്രഹം കിട്ടിയത്. ഇത് ഒരിക്കലും കിട്ടില്ല എന്ന് ഞാൻ 100% ഉറപ്പിച്ച കാര്യമായിരുന്നു. പക്ഷെ എനിക്ക് ഇവിടെ വരാനുള്ള പല നിമിത്തങ്ങളുണ്ടായി, അതിലൂടെ എനിക്ക് സാധിച്ചു തന്നു. അതിനെനിക്ക് ഒരുപാട് ഞാൻ മാതാവിനോട് തിരുക്കുമാരനോട് ഞാൻ ഒരുപാട് നന്ദി ഞാൻ പറയുന്നു.